പൊതുയോഗത്തിൻ്റെ യോഗ നടപടികൾ ആരംഭിക്കണം. നമ്മുടെ ഇന്ന് ഉരുകൂട്ടം കൂടുതൽ 14 മാസം 2 വർഷമായെങ്കിലും നമുക്ക് തുടർച്ചയായിട്ട് 14 മാസമാണ് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് കാലത്ത് കുറച്ച് കാല പരിപാടികൾ നടക്കാതെ പോകും. എങ്കിൽ തന്നെയാണെങ്കിലും ഈ 14 മാസ കാലയളവിൽ കൂടുതൽ നല്ല രീതിയിൽ നമ്മൾ പറ്റുന്നവരെ വെച്ച് സഹകരിപ്പിച്ച് ഉന്മേഷം നല്ലതായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതിൻ്റെ ഒന്നാമത്തെ പൊതുയോഗമാണ്, വാർഷിക പൊതുയോഗമാണ് ഇന്ന് നടക്കുന്നത്. ഇത് കർമ്മമേഖലയിലെ പ്രസിഡന്റ് എന്ന രീതിയിൽ എല്ലാവരും ഒറ്റയ്ക്ക് സ്വാഗതം ചെയ്തു. പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി AJ ജോസഫ് ക്ഷണിക്കുന്നു. ബഹുമാന്യായ അഞ്ചുകൂടി ഊരുകൂട്ടം ഊരുമൂപ്പൻ ശ്രീ ജയ്സൺ ജോൺ, 3-ാം വാർഡ് മെമ്പർ ശ്രീ മാത്യു താങ്കരി, ശ്രീ ചെയർമാൻ ശ്രീ PK സുകുമാരൻ, വേദിയിലിരിക്കുന്ന മാസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ CA ജോൺസൺ സാർ, 2-ാം വാർഡ് ഊരുമൂപ്പൻ ശ്രീ BM വിൻസെൻ്റ്, ട്രൈബൽ പ്രൊമോട്ടർ അക്ഷയ സദു, ശേഷം ഈ യോഗത്തിലേക്ക് കടന്നു വരുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിശിഷ്ട അതിഥികൾ എല്ലാവരുമേ ഞങ്ങൾക്ക് എൻ്റെ സ്നേഹമുണ്ട്. 2023 വർഷത്തിൽ നമ്മൾ ചൈതന്യ റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന പേരിൽ കുടുംബയോഗം ആരംഭിക്കുകയും ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ 3-ാം വാർഡിൽ 35ഓളം കുടുംബങ്ങളുണ്ടായെങ്കിലും 20ഓളം കുടുംബങ്ങളിൽ നിന്നുള്ളവർ മാത്രമേ ആദ്യ വർഷം ഈ കുടുംബയോഗമായിട്ട് സഹകരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിൽ പല പല കാര്യങ്ങൾ തീരുമാനിച്ചെങ്കിലും പല കാര്യങ്ങളും സാങ്കേതിക കാരണങ്ങളാലൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ വലിയ കുഴപ്പം കൂടാതെ അത്ര ഭംഗിയായിട്ടല്ലെങ്കിലും ഒരുവിധം നന്നായി പ്രവർത്തിക്കുവാൻ നമുക്ക് ഇടയായിട്ടുണ്ട്. ഈ 1ാമത് വാർഷിക യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുക എന്നുള്ള കടമയാണ് അതിന് നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജയ്സൺ ജോണിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ 3-ാം വാർഡ് മെമ്പറായിരിക്കുന്ന ശ്രീ മാത്യു ജോസഫ് താങ്കരിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിലെ ST ചെയർമാൻ ആയിരിക്കുന്ന ശ്രീ PK സുകുമാരൻ മെമ്പർ അവരുകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മാസിൻ്റെ ജനറൽ സെക്രട്ടറി, മാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണം എന്നില്ല, മലയാളിക സംരക്ഷണ സമിതി എന്നാണ് എൻ്റെ ഫുൾ ഫോം. മാസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ CA ജോൺസൺ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. 2-ാം വാർഡ് ഊരുമൂപ്പൻ ശ്രീ BM വിൻസെൻ്റിനെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ട്രൈബൽ പ്രൊമോട്ടർ മിസ് അക്ഷയ സദു, എനിക്ക് നേരത്തെ പരിചയമില്ല, അവരെ ഈ യോഗത്തിലേക്ക്, ഈ വാർഷിക യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൻ്റെ ഘടന മാറുന്നത് സ്റ്റണ്ട് മത്സരിക്കുന്നത് സഹകാരികളുടെ അംഗങ്ങളുടെ കടന്നുവരവാണ്. ഒരുവിധം ഭംഗിയായി കൊണ്ടു നടക്കുന്ന ഈ കുടുംബയോഗത്തിലേക്ക് കടന്നു വന്ന, വാർഷിക യോഗത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളെല്ലാവരെയും വാക്കിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. സ്നേഹം നിറഞ്ഞ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ വാർഡിൻ്റെ ഊരുമൂപ്പനുമായ ജയ്സൺ, അതുപോലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് മെമ്പർ മഴുവടി വാർഡ് മെമ്പറുമായ സുകുമാരൻ, ഈ സംഘത്തിൻ്റെ സെക്രട്ടറിയും സ്വാഗതവും പറഞ്ഞ ജോസഫ് സാറ്, അതുപോലെ ഊരുമൂപ്പന്മാർ, മാസിൻ്റെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ നമ്മുടെ ഇതുപോലെ ഈ ഊരുകൂട്ടത്തിൻ്റെ പ്രൊമോട്ടർ
സ്നേഹമുള്ള നമ്മുടെ 3-ാം വാർഡ് മെമ്പർ ജിൻസി തോമസ് കടന്നു വരുന്നു. അതുപോലെ ഇതിൻ്റെ പ്രവർത്തനമായി ഇതിൻ്റെ സംഘാംഗങ്ങൾ കടന്നു വന്നിരിക്കുന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഓരോ ഊരുകൂട്ടങ്ങളുടെയും നേതൃത്വത്തിൽ ഓരോ സംഘങ്ങൾ രൂപീകരിക്കുകയും ആ സംഘത്തിൽ കൂടി അവരൊരു കുറേയൊക്കെല്ലാം പൈസകൾ നിക്ഷേപിക്കുകയും അത്യാവശ്യക്കാർക്ക് ആ പൈസകളൊക്കെ ചെറിയ പലിശയ്ക്ക് കൊടുക്കുകയും അതുപോലെ നമ്മൾ കൃഷി, കപ്പകൃഷി, വാഴക്കൃഷി, അതുപോലെ ഒരു സംഘടിതമായ രീതിയിൽ കൂടി മുന്നോട്ട് പോയാലാണ് നമുക്ക് മുന്നോട്ടുള്ള ഏത് കാര്യത്തിനും നടക്കുകയുള്ളൂ. ഇപ്പോൾ ലോണാണെങ്കിൽ പോലും വ്യക്തിപരമായി ഒരാൾ ലോൺ എടുക്കാൻ ചെന്നാൽ മാനേജർ പറയും മറ്റേം കൊടുത്തിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അതേസമയത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ജാമ്യം നിന്നാൽ അവരുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചാലേ ലോൺ തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുടിശ്ശിക അതുപോലെ എല്ലാ സ്ഥലത്തും നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് ലോൺ കൊടുക്കണമെങ്കിൽ പണം എങ്ങനെ കിട്ടും? ഇപ്പം നമുക്ക് റബ്ബർ വെട്ടാനുണ്ട്, അല്ലെങ്കിൽ കുരുമുളക് പറിക്കാനുണ്ട്, പറമ്പാതായ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാനേജർമാർ ലോൺ കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സംഘമായി ചേർന്നിട്ട് ഒരു 10 നിങ്ങൾ കുടുംബത്തിൽ എല്ലാവരോടും കൂടി യോജിച്ച് എല്ലാവരോടും സംഘമായി ചേർന്ന് പറയുകയാണ്. ഇപ്പം കുടുംബശ്രീക്കാണെങ്കിൽ 20 ലക്ഷം, 25 ലക്ഷം, 30 ലക്ഷം രൂപ ചോദിക്കുന്ന പൈസ അവർ കൊടുക്കുന്നുണ്ട് മാനേജർമാരെല്ലാം. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ സംഘമായി ചേർന്ന്, പ്രത്യേകിച്ച് വനിതകളുടെ സംഘമാകുമ്പം ഒരാൾ കുടിശ്ശിക വരുത്തിയാൽ അവർക്ക് പൈസ കൊടുക്കാൻ തികഞ്ഞില്ല എങ്കിൽ മറ്റുള്ളവരുടെ കൂടി സഹകരിച്ച് ആ പൈസ അങ്ങ് അടച്ചിട്ട് പലിശയും അടച്ച് വീണ്ടും അവർക്ക് 20 ലക്ഷമാണെങ്കിൽ ആ 20 ലക്ഷം തിരിച്ചും കൊടുക്കും. അപ്പോൾ ആ 20 ലക്ഷം അവർ വീണ്ടും വീതിച്ചെടുത്ത് അവർ എന്തെങ്കിലും പ്രയോജനകരമായ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സംഘത്തിൻ്റെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ്. കൂട്ടായ ഒരു യോജിപ്പുണ്ട്. തൊഴിലാണെങ്കിലും അതുപോലെ തന്നെ ഒരു കൃഷി കാര്യങ്ങളിലാണെങ്കിലും ലോൺ കിട്ടുന്നതിനാണെങ്കിലും ബ്ലോക്കിൻ്റെയൊക്കെ സഹായം കിട്ടുന്നതിലൊക്കെ നിങ്ങൾ സംഘം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ കിട്ടുന്ന പൈസകൾ നമ്മളത് ദുർവിനിയോഗം ചെയ്യാതെ, ഇപ്പോൾ നമുക്ക് പറ്റിയിരിക്കുന്ന പല ആളുകൾക്കും ലോൺ എടുത്തിട്ട് പൈസ അടയ്ക്കാൻ പറ്റാതെ പല കാരണങ്ങളാൽ, ഉദാഹരണത്തിന് നമ്മളൊരു 1 ലക്ഷം രൂപ 50,000 കൊടുത്ത് കൊടുക്കുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു യോജിപ്പ്, ഒരു കൂട്ടായ്മ മനോഭാവം കാണിക്കുന്നത് നല്ലതാണ്. നമ്മൾ സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട്, സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, വരുമാനം കുറഞ്ഞവരുണ്ട്. നമ്മുടെയൊക്കെ ഈ കുടുംബശ്രീകളുടെയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഈ സെൻട്രലിൻ്റെയൊക്കെ ഉദ്ദേശം നമ്മുടെ താഴെ കിടക്കുന്ന ആളുകളെ കൂടി ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക. ഒരാളെ സഹായിക്കണമെങ്കിൽ സഹായിച്ചിട്ട് ലോൺ എടുത്തുകൊണ്ട് പോയിട്ട് പൈസ അടയ്ക്കാതിരിക്കുന്ന സംവിധാനമല്ല. ലോൺ എടുക്കുക, ആ സമയത്ത് പൈസ അടയ്ക്കുക, അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ കിട്ടുന്ന പൈസകൾ, ഇപ്പോൾ ഒരു 10,000 രൂപ ഒരാൾക്കൊരു ധനസഹായം ചെയ്താൽ തീർച്ചയായും ആ 10,000-ഉം അതിൻ്റെ പലിശയും കൂടി കൊടുത്ത് ആ സ്ഥാപനത്തിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരാൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ പല സംഘടനകളും, പല മതസംഘടനകളും, പല സെമിനാരികളും അച്ഛന്മാരും ഒക്കെ എന്താണ് നിർദ്ധരനായ നമ്മുടെ പ്രൊമോട്ടർ വരുന്നുണ്ട്, അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറയുന്നത് പല കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി, നേഴ്സിങ്ങിന് പഠിക്കാൻ വേണ്ടി, മറ്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി, മറ്റു കാര്യത്തിന് വേണ്ടി ഞങ്ങളുടെയൊക്കെ അരമനയിൽ നിന്ന് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ബിഷപ്പ് പറയുന്നത് ആ കുട്ടികൾ സഹായിച്ച് ഒരു ജോലിയായി കഴിയുമ്പോൾ മറ്റൊരു കുട്ടിയെ സഹായിക്കാനുള്ള മനസ്സ് എന്ന് പറയുമ്പം ആ പലരായിട്ട് സഭയിലേക്ക് പറയും. അപ്പം ഒരു കുട്ടിയെ ഓരോ മാസം ഫീസ് കൊടുക്കാനുള്ള കാശ്, അല്ലെങ്കിൽ അവരെ മറ്റ് പുസ്തകം മേടിക്കാനുള്ള കാശ്, മറ്റ് സഹായിക്കാനുള്ള കാശ്, അങ്ങനെ കൊടുക്കുന്ന ആളുകൾ സഭയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നും ആനുകൂല്യം മേടിച്ച് രക്ഷപ്പെട്ടു വരുന്നവരെന്ത് ചെയ്യണം? താഴെക്കടയിൽ കിടക്കുന്ന മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് താഴെയുള്ള ആളുകളെയും നമുക്ക് ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. നമുക്കാണെങ്കിലും പറ്റുന്ന പോലെ സഹായിക്കാം. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം എല്ലാ മാസവും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു മാസത്തെ ഫീസ് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഒരു സ്കൂളിലൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ കുടയില്ലാത്ത പിള്ളേരുണ്ട്, പുസ്തകം മേടിക്കാൻ മാർക്കും ഇല്ലാത്ത പിള്ളേരുണ്ട്, ബാഗും വസ്ത്രമൊക്കെ ഇപ്പം ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നുണ്ട്, ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. എന്നായിരുന്നാലും നമ്മളെല്ലാവരും പരസ്പരം ഒരു സ്നേഹവും സൗഹാർദ്ദതയും ഒരു സന്തോഷവും ഈ ഇതുപോലുള്ള കൂട്ടായ്മകൾ കൂടി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ പ്രദേശത്തെ എല്ലാ വീടുകളും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളായിട്ട് മാറണം. രോഗങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാം 10, 60, 70 വയസ്സായ ആളുകൾക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരുന്നു, ക്യാൻസർ രോഗം വരുന്നു, ചിലർ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു, ചിലർ മുഖ്യ രോഗികളായിട്ട് മാറുന്നു. ഈ സാഹചര്യത്തിലൊക്കെ നമ്മളെ പറ്റുന്ന പോലെ ഇപ്പം ഇന്നലെ പകുതിപ്പാലത്ത് തന്നെ ഒരു വൃദ്ധനായൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അദ്ദേഹം വീട്ടിൽ മരിച്ച് കിടക്കുകയായിരുന്നു.
ആരും അറിഞ്ഞില്ല. ഇലക്ഷൻ വർക്കാരി എന്നപ്പോഴാണ് വീട്ടിൽ തട്ടി തുറന്ന് ഇവരത് കുത്തിച്ചേർത്തെന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുന്നത്. അപ്പം അതൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ. ആ അദ്ദേഹത്തിന് ഭാര്യ മരിച്ചുപോയി, മകൻ ഗൾഫിൽ പോയി, ഭാര്യ അവളുടെ വീട്ടിൽ തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ട്. അപ്പം പരസ്പരം എന്താന്ന് പറഞ്ഞാൽ അയൽവക്കത്തൊക്കെ നമ്മുടെയൊക്കെ ആണെങ്കിൽ തൊട്ട് അയൽവക്കത്ത് ആളെ താമസിക്കണേ എന്താണെന്ന് അറിയാൻ പറ്റും. നാടൻ പ്രദേശത്ത് മതിൽ കെട്ടി താമസിക്കുന്ന ആളുകൾക്ക് അപ്പുറത്ത് താമസിക്കുന്ന ആരാന്ന് ഇപ്പുറത്ത് താമസിക്കുന്ന അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അത്രമാത്രം നമ്മുടെ മറ്റു പ്രദേശങ്ങൾ, കോട്ടയം, എറണാകുളം, ചങ്ങനാശ്ശേരി ആ മേഖലകളൊക്കെ അത്രമാത്രം ഡെവലപ്മെൻറ്റിലേക്ക് എത്തി. പക്ഷെ നമ്മൾ ഇന്നും ആ പഴയ കാലത്ത് ഇവിടെ എൻക്രോച്ച് കാലത്ത് കയറി അല്ലെങ്കിൽ കുടിയിറക്കി വിട്ടവർ എല്ലാം ഒരുമിച്ച് കൂടി ഇറക്കി വിട്ടവർ ഒരു സമാധാനവും സന്തോഷവും അയൽവക്കത്തെ ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവും ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. പണ്ട് കാലത്ത് വിരിപ്പ് കൃഷി ചെയ്യുമ്പം ഒരാളുടെ പറമ്പ് എല്ലാവരുടെ കൂടി ആദ്യ ദിവസം കിടച്ച് വെക്കും, പിറ്റേ ദിവസം അടുത്ത പറമ്പിലേക്ക് പോകും, അടുത്ത അടുത്ത പറമ്പ്, അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ കൂട്ടായ്മകളൊക്കെ ഇന്ന് വിളയൊന്നുമില്ല, പാടം കൃഷിയില്ല, മറ്റു കൂട്ടായ്മകളൊന്നുമില്ല, എല്ലാവരും സ്വാർത്ഥതയിലേക്ക് മാറി. എന്നാലും പോലും നമ്മളൊക്കെ ആ സ്നേഹവും ആ സമാധാനവും ആ സന്തോഷവും അയൽവക്ക വീടുകളിൽ എന്തൊക്കെയുണ്ട് ബുദ്ധിമുട്ട്, എന്തൊക്കെയാണ് വിഷമങ്ങൾ, ഓരോ പ്രയാസങ്ങൾ എന്നറിയാനും ഒന്ന് ചോദിക്കാനും അവരോടൊക്കെ ഒന്ന് സഹവാസം ചെയ്യുവാനും ഒക്കെ സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുടുംബത്തിനും സന്തോഷമാവും. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത വീട്ടിലാണെങ്കിലും അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെ എല്ലാ കുടുംബങ്ങളിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഫോൺ വിളിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഓരോ അന്വേഷിക്കാനൊക്കെ ചെയ്യണം. ഏതായാലും നിങ്ങളുടെ സംഘവും നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അടുത്ത വർഷത്തിലുള്ള പ്രവർത്തനത്തിലും ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ സഹകരിക്കണം. അതിനുള്ള എല്ലാവിധ ശക്തിയും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. 10-ാം തീയതി ഇലക്ഷനാണ്. ആളുകളൊക്കെ ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കും അങ്ങോട്ടേക്ക് പോകണം. ഭക്ഷണത്തിനും നിങ്ങളുടെ മറ്റു കൂട്ടായ്മകളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞ് വന്നോളാം. 3-4 പേരെ ഇപ്പം എൻ്റെ കൂട്ടത്തിൽ വന്ന ആളുകളെ ഞാൻ വെയിറ്റിംഗ് ഷെഡിൽ ഇരുത്തിയിട്ടാണ് വന്നത്. പോകാനും കൂടി നിങ്ങൾ അനുവദിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളാശംസകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ എസ് ടി ചെയർമാൻ പി കെ സുകുമാരനോട് ആദ്യമേ പറയേണ്ടതായിരുന്നു. ഒരു കേസ് നമ്മൾ വിട്ടുപോകുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ഒരു 4 പേര് നമ്മുടെ ഈ കുടുംബയോഗത്തിൻ്റെ കാലയളവിൽ തന്നെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ട്. ഒരു അനുസ്മരണമായിട്ട് നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചു. ഇടയ്ക്കൊന്ന് വിട്ടുപോയി. സാധാരണ ക്ഷമിക്കുക. ഒരു മിനിറ്റ് നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് വന്ന് പേര് ലോവീസ് ഐസക് ചെറുകാട്ട്, ശ്രീ ജോസഫ് ഐസക് തേങ്കല്, മിസ് റേച്ചൽ സോമൽ കുറ്റിപ്ലാക്കൽ, ശ്രീ കെ ജെ സോമൽ കൊച്ചുവീട്ടിൽ, കെ ജെ സോമൽ കുറ്റിപ്ലാക്കൽ എന്നിവരുടെ ദേഹവിയോഗം നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളവരാണ്. എല്ലാവരും ഒരു മൗന പ്രാർത്ഥനയായിട്ട് ഒരു മിനിറ്റ് ഉണ്ടാക്കാം. എല്ലാവർക്കും ഈ കൂട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഏറ്റവും പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ ഈ ഒരു കൂട്ടത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചാൽ പ്രിയപ്പെട്ട ഈ വാർഡിൻ്റെ മെമ്പറും എൻ്റെ മെമ്പറുമായ മാത്യു തായൻ്റെ, അതുപോലെ തന്നെ 3-ാം വാർഡിൻ്റെ സ്നേഹം നിറഞ്ഞ പ്രൊമോട്ടർമാരായ ജോൺസൺ, അതുപോലെ തന്നെ മറ്റ് സ്വാഗതം പറഞ്ഞ സാറ്, സ്നേഹിതർ, അതായത് ഏറ്റവും പ്രിയപ്പെട്ടത് വളരെ ഇത് മനോഹരമായിട്ട് തന്നെ നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഇത് ഒരു കൂട്ടം നമ്മൾ കൂടുന്നത് ഗവൺമെൻറ്റുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. നമ്മുടെ കേരളത്തിൽ അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ പല കോളനികളിലും പല സെറ്റിൽമെൻറ്റുകളിലും ഒരു കൂട്ടം കൂടുന്നത് സർക്കാർ പറയുമ്പോഴാണ്. പക്ഷേ ഇത് അതിനെല്ലാം വ്യത്യസ്തമായിട്ട് തന്നെ നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആദ്യം നമ്മളിതിപ്പോൾ ഒരു കൂട്ടം രജിസ്ട്രേഷൻ ചെയ്ത് ഒരു കൂട്ടം നന്നായിട്ട് പ്രവർത്തിക്കുകയും എല്ലാ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നിട്ട്
ഏതാണ്ട് 2 വർഷമായി. അതിൻ്റെ വാർഷിക ഉദ്ഘാടനമാണ് നമ്മളിത് നടന്നതും ഒക്കെ നമ്മൾ കൂടിയിരിക്കുന്നത്. ഇതാദ്യം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ചേലച്ചോട് കേന്ദ്രീകരിച്ച് ചേലച്ചോട്ടിലായിരുന്നു നമ്മൾ ഈ ഊരുകൂട്ടത്തിൻ്റെ കൂട്ടായ്മ ആദ്യം തുടക്കം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈത്തോട്ടിലും അതുപോലെ തന്നെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 17 വാർഡിലും നമ്മുടെ ഊരുകൂട്ടങ്ങൾ നിലവിൽ പ്രവർത്തനം നിലവിലുണ്ട്. അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലെ സംഘടന ഒരുമിച്ച് കൂടുകയും എല്ലാ മാസത്തിലും 2 തവണ ഇവിടെ കൂടുകയും ചെയ്യുന്നത് ഇപ്പോൾ 3-4 ഊരുകൂട്ടങ്ങൾ. വളരെ ഇവിടെയുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ കൂട്ടായ്മകളെ കുറിച്ചെന്ന് പറഞ്ഞാൽ മറ്റ് ജനവിഭാഗങ്ങൾ അവർക്ക് കാര്യം പറഞ്ഞാൽ അവരുടെ ഒരു വിഷയം പരിഹരിക്കണമെങ്കിൽ അവർ പള്ളിയിൽ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ പള്ളികളിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിഷയങ്ങളിൽ പൊതുവെ അവരുടെ എല്ലാ ജനവിഭാഗങ്ങളും ഇടപെടും. അതുപോലെ തന്നെ ഈ മറ്റെല്ലാ സമുദായത്തിലും ആ ഒരു അടിസ്ഥാനമാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ഈ ആദിവാസി വിഭാഗത്തിൽ അങ്ങനെ ഒരു കൂട്ടായ്മ സംഘടന നമുക്കത് സംഘടനയുടെ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ ഊരുകൂട്ടങ്ങളുണ്ട്. നമുക്ക് കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ടാണ് പലരും നമ്മുടെ കുടുംബങ്ങൾ വളരെ വിദ്യാഭ്യാസത്തിലാണേലും അതുപോലെ തന്നെ പല ജീവിത മാർഗത്തിലാണേലും തന്നെ നമ്മൾ ഒരുപാട് പുറകോട്ട് നിൽക്കുന്നു. ഇപ്പോഴും നമ്മുടെ ആളുകൾ പല ജില്ലയിൽ തന്നെ പല മേഖലയിലും ഉയർത്തെഴുന്നേൽക്കാത്ത ആളുകളുണ്ട്. നമ്മുടെ ആളുകൾ നമുക്കിത് പല വിഷയങ്ങൾ വന്നാലും തന്നെ നമ്മുടെ ആളുകൾ ഒറ്റക്കെട്ടല്ല. അപ്പോൾ നമുക്കിത് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ വിഷയങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേരിടണം. അതുപോലെ തന്നെ നമ്മുടെ ഊരുകൂട്ടത്തിൽ 30-40 കുടുംബങ്ങളെ ഉള്ളെങ്കിൽ ആ കുടുംബത്തിൽ വരുന്ന വിഷയങ്ങൾ നമ്മുടെയാണെന്നുള്ള ഒരു പരിഗണന എല്ലാവരും ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഇടകളിൽ കുറവുള്ളതും അത് തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ ഈ ഈത്തോട് മേഖലയെ സംബന്ധിച്ച് നമ്മുടെ ആളുകൾ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ 2018 ഉരുൾപൊട്ടലിൽ ഗവൺമെൻറ് മാറ്റി പാർപ്പിക്കണമെന്നുള്ള ആവശ്യമായി പലതവണ ഗവൺമെൻറ്റിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരം ഇപ്പോഴും കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ സംഘടനാ ബേസിലാണേലും അതുപോലെ തന്നെ ഊരുകൂട്ടം ബേസിലാണേലും പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും എല്ലാം നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നതല്ലാതെ അതിനൊന്നും ഒരു അറുതി വന്നിട്ടില്ല. കാരണം നമ്മൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണേലും തന്നെ നമ്മൾ ഒറ്റക്കെട്ടല്ല. നമ്മൾ പല ജാതിക്കാരുണ്ട്, പല മതക്കാരുണ്ട്, പല വിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്, പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ കൂട്ടായ്മയാണ് അതിനകത്തെല്ലാം ഏറ്റവും കുറവുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഈ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ആണേലും തന്നെ നമുക്ക് എല്ലാ വാർഡുകളിലും എല്ലാ മേഖലയിലും ഊരുകൂട്ടങ്ങൾ ജാതിക്ക് അതീതമായി മതത്തിന് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായി ഊരുകൂട്ടങ്ങൾ എല്ലാ മാസങ്ങളിലും കൂടി നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കണം. അതുപോലെ തന്നെ ഒരാൾക്ക് വരുന്ന വിഷയങ്ങൾ ഇവിടെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ ആളുകൾക്ക് തന്നെ ഈ അടുത്ത ദിവസം കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്ക് ഒരു ലോൺ എടുത്തിട്ട് നമുക്കതൊന്നും പരിഹരിക്കാൻ കഴിയത്തില്ല. കാര്യം പറഞ്ഞാൽ നമുക്കത് ഒരുപാട് നമ്മുടെ കൈവിട്ട് പോയെങ്കിലും നമുക്ക് മാക്സിമം നമ്മൾ ബാങ്കുകളിലാണേലും ഇങ്ങനെ പറഞ്ഞ് ജപ്തിയുടെ ഒരു നടപടിയിലേക്ക് ഇങ്ങനെ നിൽക്കാം. ഒരു ബിസിനസ് ലോൺ എടുത്തിട്ട് ഇപ്പം 5 ലക്ഷം രൂപ 8 ലക്ഷം രൂപ എടുത്തിട്ട് അത് നേരെ ഇരട്ടിയായി 16 ലക്ഷമായി. ഇപ്പം ആ കുടുംബം ജപ്തിയുടെ പക്കത്താണ്. ജപ്തി ഏത് സമയത്ത് വേണം ചെയ്യുക. ഇതിപ്പോൾ നാളെ ആണെങ്കിലും ചെയ്യാം. പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് ജപ്തി ചെയ്യാനായിട്ട് ബാങ്കുകാരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും വരാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് മെമ്പറും ഞാനുമൊക്കെ ആ വിഷയത്തിൽ ഇടപെടുകയും അന്ന് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മാറ്റിവെച്ചതല്ലാതെ അതിനൊരു പരിഹാരമില്ല. കാര്യം പറഞ്ഞാൽ നമ്മുടെ ആളുകൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ ഒരു കാരണം വെച്ചാലും തിരിച്ചടയ്ക്കത്തില്ല. അത് ബാങ്കിലാണേലും പൊതുവെ ഇപ്പോഴത്തെ കാലഘട്ടം കുറേ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഗവൺമെൻറ് ഇങ്ങനെ എപ്പോഴും തരുവാണെന്ന് എഴുതി തള്ളാൻ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുറേ കൊടുക്കാതെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തും ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. കാരണം സർക്കാർ ഇങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നില്ല. നമുക്ക് കൃഷിഭൂമികളില്ല. അപ്പം കൃഷിഭൂമികൾ ഇല്ലെങ്കിലും തന്നെ നമ്മൾ ഇവിടെ
വിവിധ മേഖലയിൽ വിവിധ സെറ്റിൽമെൻറ്റിൽ വിവിധ മേഖലയിൽ നമ്മുടെ ആളുകൾക്ക് കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണെങ്കിലും നമ്മളിൽ എല്ലാ വിഭാഗക്കാരും എല്ലാ സംഘടനയിലെ ആളുകളും ഇത് ഗവൺമെൻറ്റിലേക്ക് കൃഷി ചെയ്ത് ജീവിക്കുന്നതിന് ഭൂമി ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇത് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു തീരുമാനമായിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ പട്ടയത്തിന് അപേക്ഷ വെച്ചിട്ടുള്ളത്. 1800 കുടുംബക്കാരും നമുക്കുണ്ട്. നമ്മുടെ ആളുകൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള ആളുകളെ ഈ പട്ടയത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി മറ്റുള്ള ആളുകളെ നമ്മൾ ആ കൂട്ടത്തിൽ കരകയറ്റി പോകാൻ നോക്കിയത് കൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ പട്ടയം പോലും മരവിപ്പിച്ച് കിടക്കുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഇത് പട്ടയ വിഷയമായിട്ട് പല മേഖലയിൽ, അതായത് പഴയരി മുതൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ നമ്മൾ ഈ പട്ടയ വിഷയമായി നമ്മൾ ഇത് ആളുകളെ ഊരുകൂട്ടങ്ങൾ 3-4 സ്ഥലത്ത് വിളിച്ചു കൂട്ടുകയും ഈ വിളിച്ചു കൂട്ടിയ സ്ഥലങ്ങളിലെല്ലാം ഇത് പരിസ്ഥിതി വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അടുത്ത കാലങ്ങളിലൊന്നും അതിനൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്താണെങ്കിലും അതിന് നമ്മൾ സമരം ചെയ്തിട്ടോ ഇല്ല മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം കോടതിയിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ വിഷയങ്ങളിലെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഈ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലേക്കും ഇത് നമ്മുടെ കുട്ടികളുടെ ഇടയിലും പഠനത്തിലും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഈ ഇതുപോലെയുള്ള ഊരുകൂട്ടങ്ങളുടെ കൂട്ടായ്മ ഇത് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം. അതിനകത്ത് അത് നമ്മൾ ഊരുകൂട്ടം എന്ന് പറയുന്നത് എത്ര ആദിവാസി വിഭാഗങ്ങളുണ്ടോ അത്രയും വിഭാഗക്കാർ ഉൾക്കൊള്ളുന്നതാണ് ഊരുകൂട്ടം. ആ ഊരുകൂട്ടത്തിൽ ഇത് പല വിശ്വാസികളുണ്ട്, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയും നമ്മൾ സ്നേഹത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും പാതയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും സൂചിപ്പിക്കാനുള്ളത്. ഈ ഊരുകൂട്ടത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള, അതുപോലെ തന്നെ ഈ ഊരുകൂട്ടം നയിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും ഇത് ഊരുകൂട്ടം നിങ്ങൾ ഇവിടെ കൂടാറുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കൂടാറുണ്ട്. അതുപോലെ നിങ്ങളുടെ വിഷയങ്ങളും നിങ്ങൾ പഠിക്കാറുണ്ട്. നിങ്ങൾ വിഷയങ്ങൾ മൂപ്പൻ ഇത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നമുക്കൊരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ ഇവിടെയുള്ള ഊരുകൂട്ടത്തിൻ്റെ വിഷയങ്ങളെല്ലാം ഇത് മാസത്തിൽ ഒരു ഞായറാഴ്ച കഞ്ഞിക്കുഴി പഞ്ചായത്തിലും നമ്മൾ ആ ഓഫീസിൽ എല്ലാ മൂപ്പന്മാരും 18 പേരും കൂടാറുണ്ട്. അവിടെ എല്ലാം നിങ്ങളുടെ ഈ കൂടുന്നതും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതും ഇത് നിങ്ങളുടെ ഈ കൂട്ടായ്മ എല്ലാം അവിടെ ചർച്ച ചെയ്യാറുണ്ട്. നമ്മളിത് അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ വാർഡുകളിലും ഇത് ഊരുകൂട്ടം ഈ ഗവൺമെൻറ് വിളിക്കുന്നതിനേക്കാളും ഉപരി നമ്മൾ ഇത് എല്ലാ മാസത്തിലും കൂടുന്നതിനും ഒക്കെ ഇത് മുന്നോട്ട് പ്രൊമോട്ടർമാരാണെങ്കിലും തന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ എല്ലാ മൂപ്പന്മാരെ വിളിച്ച് ഞങ്ങൾ പറയാറുണ്ട്. എന്നാലും തന്നെ ഇത് 5-8 മേഖലയിൽ ആയിട്ട് ഇത് എല്ലാ മാസങ്ങളിലും കൂടുന്നുണ്ട്. അപ്പം ഇത് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. അതുപോലെ തന്നെ പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ ഊരുകൂട്ട ഫംഗ്ഷൻ എത്തിച്ചേർന്നിട്ടുള്ള ഈ തീരത്തോട് മേഖലയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി മാസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോൺസൺ CA യോഗ അധ്യക്ഷനും നമ്മുടെ ഊരുകൂട്ടത്തിൻ്റെ മൂപ്പനുമായ ശ്രീ ജെയ്സൺ, 4-ാം വാർഡിലെ മൂപ്പൻ ശ്രീ VM വിൻസെൻ്റ്, നമ്മുടെ 3-ാം വാർഡ് മെമ്പർ മാത്യു തായങ്കിരി, കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ST പട്ടിക വർഗ ചെയർമാൻ PK സുകുമാരൻ, നമ്മുടെ ST പ്രൊമോട്ടർമാർ, ഊരുമൂപ്പന്മാർ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ചൈതന്യ പട്ടികവർഗ ഊരുകൂട്ടത്തിൻ്റെ അംഗങ്ങൾ. ഇവിടെ ഇപ്പോൾ ഈ ഊരുകൂട്ടത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ഒരു പ്രസംഗകനായിട്ടല്ല ഞാൻ എത്തിയിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ സൈസാർ പറഞ്ഞതുപോലെ എത്തിയതാണ്. വലിയൊരു പ്രസംഗത്തിന് വലിയ പ്രസക്തി ഇല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ST ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊക്കെ ജീവിക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പ്രധാനമായും പട്ടികവർഗത്തിൽ ഒരു 5 വിഭാഗങ്ങളെങ്കിലും
ഉൾപ്പെടും. മലയാളിയ വിഭാഗത്തിൽപ്പെടുന്നവർ, ഊരാളി വിഭാഗത്തിൽപ്പെടുന്നവർ, മന്നാൻ വിഭാഗത്തിൽപ്പെടുന്നവർ, അതുപോലെ തന്നെ ഉള്ളാട വിഭാഗത്തിൽപ്പെടുന്നവർ, മുതുവാൻ വിഭാഗത്തിൽപ്പെടുന്നവർ. ഇടുക്കി ജില്ലയിൽ കൂടുതൽ ഈ വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗ ഗോത്രവർഗ്ഗങ്ങളാണ്. ഇതിപ്പോൾ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും നമുക്കത് അറിവില്ല. അത് 2024 ഓഗസ്റ്റ് 1 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ വിധി പ്രകാരം പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ സംവരണം, ക്രീമി ലെയറും അതുപോലെ തന്നെ ഉപസംവരണവും ഏർപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോട് ആവശ്യപ്പെട്ടിരിക്കുക. സുപ്രീം കോടതിയുടെ 7 അംഗ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ആ നിയമം ഇതിനോടകം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇവിടെ അതായത് ഈ പട്ടികജാതിയിലും പട്ടികവർഗത്തിലും സാമ്പത്തികപരമായി ഏറ്റവും അതിപിന്നോക്കാവസ്ഥയിലുള്ളവരുണ്ടെന്നും അതുപോലെ തന്നെ ഉയർന്ന ജീവിത രീതി കൈവരിച്ച ആളുകളുണ്ടെന്നും അതുകൊണ്ട് സംവരണം ഇനി എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുമാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറയുന്ന ഈ വിധി ഭരണഘടനാ വിരുദ്ധമായൊരു വിധിയാണ്. ഭരണഘടനാ വിരുദ്ധമായൊരു വിധിയാണെന്ന് പറയാനുള്ള കാരണം സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടികജാതിയും പട്ടിക ഗോത്രവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലെ അതനുസരിച്ചല്ല. OBC ഒക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അവർക്ക് സംവരണം എന്ന് പറഞ്ഞാൽ OBC മുസ്ലിങ്ങൾക്കും ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കൊക്കെ സംവരണം കൊടുക്കുന്നത് അവരുടെ മറ്റ് അയിത്തത്തിന് വിധേയമായ ഒരു കൂട്ടം ആളുകൾ. അയിത്തത്തിന് വിധേയമായ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല, ആരാധനാലയങ്ങളിൽ പ്രവേശനമില്ല. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അവരെ ഈ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, മറ്റുള്ളവരോടൊപ്പം കൊണ്ടുവരണമെങ്കിൽ എന്താ വേണ്ടത്? അവർക്ക് സംവരണം കൊടുത്തേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൊടുക്കണം. നമ്മുടെ ആ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 2.5 ലക്ഷം വാർഷിക വരുമാന പരിധി 2.5 ലക്ഷത്തിൽ കൂടുതൽ ആയാൽ പട്ടികജാതിക്കാരനോ പട്ടികവർഗ്ഗക്കാരനോ എന്ത് കൊടുക്കണ്ട, അവർക്ക് ഇനി സംവരണം വേണ്ടതാണ് കോടതി വിധി. 2.5 ലക്ഷം. പക്ഷെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളോ ഈഴവരാണെങ്കിൽ അവർക്ക് 8 ലക്ഷം വരെ ആവുകയും ചെയ്യാം. മനസ്സിലായില്ലേ? ഇതാണ് ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം. അതുകൊണ്ട് ഈ വിധി ഭരണഘടന വിരുദ്ധമാണ് എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതായത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ഏകോപന ഫോറം ആവശ്യപ്പെടുന്നതാണ്. ഭരണഘടന വിരുദ്ധമാണ് ഈ വിധി. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? റിവ്യൂ പെറ്റീഷനുള്ള ഒരു 5% പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതി കൊടുക്കാം. അതായത് നമ്മൾ കൊടുത്ത റിവ്യൂ പെറ്റീഷൻ കൊടുത്തത് അത് പരിഗണിക്കാതെ തന്നെ ജഡ്ജിമാർ തള്ളിക്കളഞ്ഞു. അത് പരിഗണിച്ചില്ല. ഇനി നമുക്ക് ഇത് ഓൾറെഡി വിധി ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്. ഉപസംവരണം ഉപവിഭാഗമായിട്ട് പട്ടികജാതിക്കാരെ തിരിക്കാൻ പോവാണ്. അതുപോലെ തന്നെ ക്രീമി ലെയർ ഏർപ്പെടുത്താൻ പോവാണ്. ക്രീമി ലെയർ ഏർപ്പെടുത്തിയില്ല എന്ന് നരേന്ദ്രമോദി പറയുന്നതെങ്കിലും പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംഘപരിവാർ പറയുന്നത് എന്താ? സംവരണം 2025 നിർത്തൽ ചെയ്യണം. ഇല്ല, നമുക്ക് എന്നെ കൂടുതലായിട്ട് അറിയാം, ST ചെയർമാൻ അറിയാൻ. കാരണം 2025 ആകുമ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സംവരണം വേണ്ട എന്നൊരു തീരുമാനം അവരെടുത്തു കഴിഞ്ഞ് ഭരണഘടനയുടെ ഉപാധികൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും അങ്ങനെ ആളുകളെ കൊണ്ട് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു പുതിയതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വരണം, ഭരണഘടനാ ഭേദഗതി. അതുപോലെ തന്നെ ഒരു സമഗ്രമായ ഒരു റിസർവേഷൻ ആക്ട് പാസ്സാക്കി. അതിനുവേണ്ടിയാണ് ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് വെച്ച് ഒക്ടോബർ 13-14 തീയതികളിൽ ഒരു വിപുലമായ വർക്ക്ഷോപ്പ് നടന്നു. കേരളത്തിലെ 86 പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട 86 സംഘടനകൾ പങ്കെടുത്തു. അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു.
അതുപോലെ തന്നെ ഈ മാസം 30 തീയതികളിൽ എറണാകുളത്ത് വെച്ചൊരു വർക്ക്ഷോപ്പ് നടന്നു. ആ വർക്ക്ഷോപ്പ് എല്ലാം ഇതിൻ്റെയൊക്കെ ശില്പശാലയുടെ ആലോചനയുടെയും ചർച്ചകളൊക്കെ ആഹ്ലാദത്തിൽ ഉരുത്തിരിയുന്ന വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ 2025 ഫെബ്രുവരി മാസത്തിലെ ഒരു ഓൾ ഇന്ത്യൻ കോൺക്ലേവ് നടത്താൻ പോകും. പട്ടികജാതി പട്ടികവർഗത്തിലെ എല്ലാ വിഭാഗത്തിലെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു സമഗ്രമായ നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ MP-മാരുടെ പിന്തുണ വേണം. നമുക്കറിയാലോ, ഇപ്പോൾ 540ഓളം MP-മാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ലോക്സഭയിലുണ്ട്. രാജ്യസഭയിൽ അതിൻ്റെ പകുതിയുണ്ട്. രാജ്യസഭയിൽ SC/ST-ക്കാർ കേരളത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ സംവരണം നിർത്തലാക്കിയാൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾ നോക്കിയേ. ലോക്സഭയിൽ 2 MP-മാരുണ്ട് നമുക്ക്, അല്ലേ? ഒന്ന് CPM-ൻ്റെ K. രാധാകൃഷ്ണനും കൊടിക്കുന്നിൽ സുരേഷും 2 MP-മാരുണ്ട്. അപ്പോൾ ഈ സംവരണം ഇല്ലെങ്കിലോ ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷമായിട്ടും ഉണ്ടാവില്ല. ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഈ 144 MP-മാരുണ്ടായിട്ട് പോലുമാണ് ഈ സുപ്രീം കോടതി വിധി അംഗീകരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താ? അവർക്ക് ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വിപ്പ് പ്രകാരമാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നമുക്ക് സമഗ്രമായ ഒരു ഭരണഘടനാ ഭേദഗതി നമ്മൾ അമെൻമെൻറ്റ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 2025 പിന്നെ ഫെബ്രുവരി ആദ്യ വാരത്തോടുകൂടി ഡൽഹിയിൽ ചർച്ച ചെയ്ത് പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും MP-മാരെയൊക്കെ കണ്ടത് പാർലമെൻറ്റ് പാസ്സാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ സംവരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിവിദ്യാഭ്യാസവും, അല്ലേ, കോളേജിലൊക്കെ വിദ്യാഭ്യാസവും, അതുപോലെ തന്നെ നമ്മുടെ ജോലിയിലുള്ള ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന ഈ സംവരണം ഉള്ളതുണ്ട്. അത് നിർത്തലായി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അല്ലേ? ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ്, ദുർബലരാണ്. അപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ നമ്മളീ കുറച്ച് ആളുകളൊക്കെ പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളോ കൊച്ചുമക്കളുടെ അവസ്ഥ എന്താ, ഇല്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മലേറിയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥ നടത്തിയിരുന്നു. നമ്മുടെ ഏരിയയിലൊക്കെ മേലുകാവ്, പിന്നെ വാളകം, ഇരുമാപ്രം ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ കാട് കയറി കിടക്കുകയാണ്, അല്ലേ? ഒരു കാലത്തൊക്കെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ഒന്നും ആൾതാമസമില്ല. താഴെ പ്രദേശത്തേക്ക് പോയി 10 സെൻറ്റ് സ്ഥലവും മേടിച്ച് ഒരു വീട് മേടിച്ച് ആൾക്കാർ എന്ത് ചെയ്തു? താഴേക്ക് പോയി. ആ പ്രദേശത്തൊക്കെ എന്താ ഉള്ളത്? ആ പള്ളി മാത്രമേ ഉള്ളൂ. ആളുകൾ അധികം ഇല്ല. വിൻസെൻ്റിനൊക്കെ അറിയാം, കൂടുതൽ ആൾക്കാർ അവിടെ ഇല്ല. അപ്പം ഞാനിത് നമ്മുടെ ദളിത് ആദിവാസി ബോർഡിൻ്റെ സെക്രട്ടറി കൂടി കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ CSE ഈസ്റ്റ് കേരള മഹായിടവക ദളിത് ആദിവാസി ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ചർച്ചയും പിന്നെ അതുപോലെ തന്നെ പരിപാടികളൊക്കെ നടക്കുകയാണ്. നാളെ മേലുകാവ് മറ്റത്ത് വെച്ച് മേഖലാ സമ്മേളനം. അപ്പോൾ നമ്മുടെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. നമ്മുടെ വീടുകളിൽ ചർച്ച ചെയ്യണം. നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ ചെയർമാൻ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഓരോ പഞ്ചായത്തിലേക്കും ഇപ്പോൾ മാസിൻ്റെ നേതൃത്വത്തിൽ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു പഞ്ചായത്തിൽ അധിവസിക്കുന്ന എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളോ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ STയുടെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണം. നിങ്ങൾ തീരുമാനം എടുക്കണം. ഇപ്പോൾ മേലുകാവൊക്കെ നമുക്കറിയാലോ, ESA ആയിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ മേലുകാവ്. അതിൽ 3 പഞ്ചായത്ത് ഇതൊക്കെ ധാരാളം നമ്മുടെ ആളുകൾ താമസിക്കുന്ന ആൾക്കാരാണ്. അവിടത്തേക്ക് ഇപ്പോൾ അത് പ്രശ്നം എന്നൊക്കെ നമുക്കറിയാലോ, കോറികൾ ആൾക്കാർക്കൊന്നും താമസിക്കാൻ വയ്യാത്തൊരവസ്ഥയിലെത്തി 3 കോറികളിലൊക്കെ ഫലമായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ കോറികളും പാറമടകളുണ്ടായിരുന്ന പാറമടയെ കണ്ടെടുത്തുകൊണ്ട് പോകുന്നു. അവിടെ ധാരാളം പേർക്ക് തൊഴിൽ കിട്ടുന്നു. അതൊരു വികസനമായിട്ട് നമ്മുടെ ആൾക്കാർ കണ്ടു, എതിർത്തില്ല. ഇന്നത്തെ അവസ്ഥ എന്താ? അവിടെ ജീവിക്കാൻ പറ്റാത്ത, കുടിവെള്ളം ലഭിക്കാത്ത, ശുദ്ധവായു ലഭിക്കാത്ത ഒരു പ്രദേശമായി മാറി. അതുകൊണ്ടാണ് പഞ്ചായത്തിൽ, കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലെയും അതിൻ്റെ വകുപ്പ് മന്ത്രിമാർക്കും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ STയുടെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കും. അവരെ വിളിക്കണം, ആവശ്യപ്പെട്ടിരിക്കണം. അപ്പം ഈ എല്ലാ സമയവും നമ്മളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ SC ചെയർമാൻ കൂടിയുള്ളത് പറയാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൻ്റെതായ ബന്ധപ്പെട്ട നമ്മളെ ആളുകളെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്തിട്ട് വേണം
നമുക്കൊരു ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകണം. വളരെ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ചൈതന്യ പട്ടികവർഗ സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കാൻ എനിക്ക് അവസരം നൽകിയ എൻ്റെ ഭാരവാഹികളോടും വേണ്ടപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ സംസാരിക്കുന്നു. ആശംസ പറയുന്നതിന് വേണ്ടി രണ്ടാം വാർഡ് ആയിരിക്കുന്ന ദിവസം അതുപോലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരിക്കുന്ന സുകുമാർ മൂപ്പൻ, നമ്മുടെ അനേരിയ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോൺസൺ മാഷ്, നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ST വിഭാഗത്തിൻ്റെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടതായ നിർദ്ദേശങ്ങളും നമ്മുടെ കൂടെ സന്തത സഹചാരിയായി കുടുംബാംഗത്തെ പോലെ കരുതുന്ന പ്രിയ ജോൺസൺ സാമുവിൻ്റെ അക്ഷയമാണ്. അതുപോലെ തന്നെ മേരി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത ഒന്നാമതായി ഇവിടെ കടന്നു നിൽക്കുന്ന അതിൻ്റെ പ്രോഗ്രാം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘത്തിൻ്റെ സെക്രട്ടറി ജോസഫ് സാറ്, അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ ഇന്നിവിടെ നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ ഭംഗിയായി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇരുന്ന് ഒരിക്കൽ കൂടി കാണാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തരുന്ന നമ്മുടെ യൂട്യൂബർ ആയി സേവനമനുഷ്ഠിക്കുന്ന ജോൺസൺ സാറ്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ സംഘത്തിൻ്റെ ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരു കൂട്ടാംഗങ്ങളെ നല്ലവരായ ആളുകൾ, ഇതിൻ്റെ അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഭക്ഷണം കലവറയിൽ അധ്വാനിക്കുന്ന കുറേ ആളുകളുണ്ട്. എല്ലാവരെയും ഈ യോഗത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സമയം വൈകിയിരിക്കുമ്പോൾ നിങ്ങളെ സംസാരിപ്പിച്ച് ബോറടിപ്പിക്കുക എന്നുള്ളതല്ല. എങ്കിലും ഇവിടെ സൂചിപ്പിച്ച 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെ ഈ കൂടിവരവുകൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ കൂടിവരവുകൾ ST എന്ന പേരിൽ നിന്ന് തള്ളപ്പെട്ടു പോകും. കാരണം നമുക്ക് ST എന്ന ഒരു അവസ്ഥ അത് സുപ്രീം കോടതി കയ്യാളം വേണ്ടിയിരിക്കുന്ന തേങ്ങയുടെ കൂട്ടെന്ന് പറഞ്ഞാലും അതവിടെ വെച്ച് അത് മറിഞ്ഞു വീണിരിക്കുന്നത്, മുൻതൂക്കത്തോടു കൂടി മറിഞ്ഞു വീണിരിക്കുന്നത് നമ്മൾ പട്ടികവർഗത്തിൽ നിന്ന് പുറത്ത് എന്ന ആ ഒരു സംവിധാനത്തിൽ തന്നെയാണ്. എത്രയാണെങ്കിലും 2.5 ലക്ഷം വരുമാനം വരുത്തി വയ്ക്കുന്നത് ഒരു ആൾക്കും, നമ്മളിപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോയാൽ, നമ്മളിപ്പോൾ കൃഷിപ്പണിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വരുമാനം എഴുതുമ്പോൾ എന്താ ചെയ്യുന്നത്? വരുമാനം എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് സ്ഥലമില്ല, അതേപോലെ വരുമാന സർട്ടിഫിക്കറ്റ് മേടിപ്പിക്കുമ്പോൾ അങ്ങനെ ചെയ്യും. എന്താ ജോലി? കൃഷിപ്പണിയാണ്. പക്ഷെ നമുക്കിപ്പം നമ്മുടെ ഈ ആധാറും ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്ര രൂപ, നമ്മളിപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോയാൽ അവനൊരു അവിടെ നിന്ന് ഒരാഴ്ചയിൽ സാധാരണ കൂലിപ്പണിക്കാർക്ക് ഒരു 6000 രൂപ ഇട്ടാൽ ആ 6000 രൂപ ഒരാഴ്ച നമ്മുടെ അക്കൗണ്ട് വഴി വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ 6000 രൂപയുടെ വരുമാനത്തിന് ഉള്ളതായി നമുക്ക് ഏതെല്ലാം വരുമാനങ്ങളിൽ ഏതെല്ലാം രീതിയിൽ ലോണുകളാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന പൈസകളുടെ ഒരു വർഷത്തെ കണക്ക് നമ്മൾ കൂട്ടിയാൽ നമ്മൾ ചിലവഴിക്കുകയും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വരുമാനവും ചിലവും എല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടി കഴിയുമ്പം അവസാനം 2.5 ലക്ഷം എന്ന് പറയുന്നതിന് അപ്പുറം ഏത് പട്ടികവർഗ്ഗക്കാരനും കേരളത്തിൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഏത് സാധാരണക്കാരനും അതിൻ്റെ പുറത്ത് പോകും. അതിനപ്പുറത്തേക്ക് പോകുന്ന എന്ന് പറഞ്ഞാൽ ചില 2-3 സമുദായങ്ങളുടെ പേരോട് എടുത്തുകൊണ്ട് എന്താ സാറേ തീരെ ശോചനീയാവസ്ഥ കിടക്കുന്ന അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മലവേഡൻസ് പോലുള്ള ചില സമുദായങ്ങളെ 1-2-3 സമുദായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് മുന്നോക്കം നിൽക്കുന്ന സമുദായത്തിനിടയ്ക്ക് ക്രിമിനൽ നടപ്പിലാക്കുന്നത് എന്ന വ്യാജേന അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് ഉന്നമനം കിട്ടിയിട്ടില്ല, അവർ ജോലിക്കാരായിട്ടില്ല എങ്കിൽ, അല്ലെ അവർക്ക് അവരുടെ വീടുകളിൽ നിന്നും താഴെത്തട്ടിൽ കിടക്കുന്നുവെങ്കിൽ അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നതായ ആ നാടുകളിൽ ആ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് ഭരണം നടത്തുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികൾ പരാജയപ്പെട്ടു എന്നതാണ് നമുക്ക് പറയാനായിട്ട്. അല്ലാതെ അതൊരു വിഭാഗത്തിന് മാത്രം അടിച്ചുകൊണ്ട് പോകുന്നതല്ല. അതിന് നമ്മളറിയാം, നമ്മളിവിടെ ഒരു അപേക്ഷ വെച്ചാൽ നമ്മളോട് പൊട്ടന്മാരോട് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിവിടെ ഒരു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ ആ അപേക്ഷയിൽ ആർക്ക് കൊടുക്കാമെന്ന ഒരു കൂട്ടം പരിഗണിക്കും, വാർഡ് മെമ്പർ പരിഗണിക്കും, അവിടെ ഒരു വാർഡിനൊരു കമ്മിറ്റിയുണ്ട്, അവർ പരിഗണിച്ചിട്ട് അർഹമായ ലിസ്റ്റാണ് പഞ്ചായത്തിലേക്ക് വിടുന്നത്. അപ്പോൾ അവിടെ ഇന്നും ചില സമുദായത്തിൽപ്പെടുന്ന പട്ടികവർഗ സമുദായത്തിൽപ്പെടുന്ന ചില താഴേക്കടയിൽപ്പെടുന്ന ജാതി വിഭാഗങ്ങൾക്ക് അവരുടെ വീടുകളൊക്കെ ഇന്ന് ഓല ഷെഡുകളാണ്, അവർ ഒരു വാർഗക്കെട്ടം പോലും ഇല്ല എന്ന് പറയുമ്പം അവിടുത്തെ ഭരണസമിതിയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അതിന് മറ്റാരും അടിച്ചുകൊണ്ട് പോയത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു സമുദായവും അത് അടിച്ചുകൊണ്ട് പോയത് കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള മേഖലകളിൽ അതെല്ലാം കൂട്ടായ ശ്രമഫലത്തിലൂടെ ചെയ്യുന്നത് കൊണ്ട് നമ്മളൊക്കെ കുറേയൊക്കെ വീടുകളും മറ്റ് സാഹചര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നവരായിട്ട് തീരാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ ക്രിമിനൽ വിഭാഗമാണെങ്കിലും അതുപോലെ ചില സമുദായത്തെ മാത്രം എടുത്തുകൊണ്ട് പുറത്തു കളയുന്ന സംവിധാനം വന്നാലും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി എന്ന് പറയുന്നതായ ആ സിസ്റ്റത്തിലൂടെ രണ്ടാമത്തെ തലമുറ ഇതിനകത്ത് ഉയർന്ന ജാതിക്കാരായിട്ട് മാറും എന്ന ആ ഒരു നിലപാടെടുത്താലും ഇങ്ങനെ 3 നിലപാടുകൾ സർക്കാർ വെച്ചിട്ടുണ്ട്. അത് ഏത് വേണമെങ്കിലും സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി വെച്ചിട്ടുണ്ട്. അതിൽ ഏത് നിലപാട് വേണമെങ്കിലും സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാം. ഈ നമ്മളെ ST വിഭാഗത്തിൽ എങ്ങനെ വന്നാലും ഈ 3 നിലപാടിൽ എങ്ങനെ വന്നാലും ഏറ്റവും ആദ്യം തട്ടുകെട്ടുന്ന സമുദായാംഗങ്ങളാണ് നമ്മളിവിടെ ഇരിക്കുന്ന മലയരയൻ, മന്നാൻ, ഉള്ളാടൻ, ഊരാളി വിഭാഗത്തിൽപ്പെടുന്നവരാരും ഈ സമുദായത്തിൽ
ഇതിന്റെ പടി ചവിട്ടത്തില്ല എന്നുള്ള അതായത് അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠനം നടത്തുകയും ആദ്യം കുറച്ച് സംഘടനകൾ വിട്ടുനിന്നു. ഇത് ചിലരെ മാത്രം ഒഴിവാക്കും, ചിലരെ അതിനകത്ത് ചിലർക്ക് അത് ഗുണം ചെയ്യും, കുറച്ച് പേര് ഒഴിവായി പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ചില സംഘടനകൾ അതിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും പിന്നത്തേതിൽ അവരെല്ലാവരും കൂടി ആലോചിച്ച് ഇതിനെ സൂക്ഷ്മമായി സുപ്രീം കോടതി വിധിയെ പഠിച്ചതിന് ശേഷം അത് സംവരണമേ ഇല്ലാതാക്കുക. പണ്ടത്തെ നാട്ടുനടപ്പ് രാജാക്കന്മാരുടെ രീതി അനുസരിച്ച് പഴയ കാലത്ത് നിന്നനുസരിച്ച് അയിത്തജാതിക്കാരനെ ക്ഷത്രിയൻ ബ്രാഹ്മണൻ വൈശ്യൻ ശൂദ്രൻ എന്ന ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന ആ സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ആളുകൾ പീഡനം അനുഭവിക്കുന്ന പഴയ കാലത്തിന് അപ്പുറത്തേക്ക് നമ്മൾ തള്ളിക്കളയാൻ നമുക്കൊരു രാഷ്ട്രീയ നേതാവ് ഇല്ല, നമുക്കൊരു കൂടിച്ചേരലുകളില്ല, കൂട്ടായ്മകളില്ല. അതുകൊണ്ട് ഇനി എല്ലാ കക്ഷികളും എല്ലാ സമുദായങ്ങളും ചേർന്നാൽ അതാത് സമുദായത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരവരുടെ പോക്കറ്റുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കാലത്തും പിന്നോക്ക വിഭാഗത്തിന് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനമാണ് നമ്മളൊക്കെ ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഏകകണ്ഠമായിട്ട് നമുക്കെതിരെ സുപ്രീം കോടതി നിലപാടെടുക്കാനുള്ള കാരണമായി തീരുന്നത്. എന്നാൽ കഴിഞ്ഞ സൗത്ത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കാര്യമൊക്കെ സാറ് പറഞ്ഞു, അവിടെ അതിലേക്ക് വിവരിക്കുന്നില്ല. കോട്ടയത്ത് നടന്ന ആ തീരുമാനത്തിൽ പറഞ്ഞില്ല 186 സമുദായങ്ങൾ ഒരുമിച്ച് കൂടി അവർ MP ഉൾപ്പെടെയുള്ള VCK പോലുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഇതിന്റെ കൂടെ ഉണ്ട്. ഡൽഹിയിൽ വെച്ച് ജനുവരി മാസം നടക്കുന്ന ആ നാഷണൽ കോൺക്ലേവിൽ വെച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കേണ്ടി വന്നാൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി അതിന് വരെ അടിത്തറയിടാനുള്ള സംവിധാനത്തിലേക്ക് ഇന്ന് എല്ലാ ശില്പശാലകളും എല്ലാ കോൺക്ലേവുകളും വിരൽ ചൂണ്ടുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് പരിപൂർണ ഒരുക്കങ്ങൾ നടത്തിയായിരിക്കും ഡൽഹിയിൽ നടക്കുന്ന നാഷണൽ കോൺക്ലേവ്. അതിലേക്ക് എല്ലാ സപ്പോർട്ടും, നമ്മുടെ ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും, അവിടെ നിന്ന് എടുക്കുന്ന നിലപാടുകൾക്ക് നമ്മുടെ ഒരു ഐക്യദാർഢ്യം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് പട്ടികവർഗ സമൂഹത്തിൽ നമ്മളെ അവഗണിച്ചുകൊണ്ട് 80% വരുന്ന ഈ പിന്നോക്ക വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് ഭാരത സർക്കാരിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന തോന്നൽ അവർക്കുണ്ടായാൽ അവരെഴുതി കൊടുക്കുന്ന നിയമം സുപ്രീം കോടതി പാസ്സാക്കാതെയും അവർ പിൻവലിക്കുന്ന നിയമങ്ങൾ പിൻവലിച്ചും അതുപോലെ തന്നെ നേരായ വണ്ണം രാഷ്ട്രീയ പ്രതിനിധികൾ നമ്മളെ പരിഗണിക്കേണ്ടതായ സാഹചര്യവും സ്ഥിതിവിശേഷവും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കൂടിച്ചേരലിലൂടെ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. ഈ വൈകിയ വേളയിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ നമുക്കുള്ളത് ഈ പട്ടികവർഗ കുടുംബയോഗം എന്ന ഒരു അഡ്രസ് നമുക്കുള്ളതുകൊണ്ടാണ്. സുകുമാരൻ മൂപ്പൻ ഉൾപ്പെടെ ഞങ്ങൾ കഞ്ഞിക്കുഴിയിൽ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പം മൂപ്പന്മാരെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും പല ആശയങ്ങളും ഞങ്ങൾ പറയാറുണ്ട്. ഇനി അഥവാ ഈ ST ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയാൽ പോലും നമ്മുടെ ഈ സംഘങ്ങൾ സ്വയം പര്യാപ്തതയിലെത്തണം. കാരണം മൂല്യവർദ്ധിത പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും വിപണനത്തിൽ എത്തിക്കുന്നതിനും അതിനുള്ള ഒരു രജിസ്ട്രേഷൻ തന്നെ ബിസിനസ് രജിസ്ട്രേഷൻ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനൊക്കെ ന്യായമായ വിലയോടുകൂടി ഏറ്റെടുക്കാനും അത് കച്ചവടം ചെയ്യാനും സർക്കാരിൽ നിന്ന് അതിൻ്റെതായ വേണ്ടതായ പരിഗണന നമുക്ക് മേടിച്ചെടുക്കാനും ഇതിന് ST സംവരണത്തിൽ പുറത്തു പോയാലും നമ്മുടെ ആളുകൾക്ക് തുടർന്നുള്ള കാര്യങ്ങളിൽ ജീവിക്കാൻ ഒരു കൂട്ടായ്മയായിട്ട് ഈ പ്രസ്ഥാനങ്ങൾ നിലനിന്ന് പോകണം. ST എന്ന പേര് മാറിപ്പോയാൽ പോലും നമ്മുടെ ഈ കുടുംബയോഗങ്ങൾ നമ്മുടെ ആളുകളെ സമീപിച്ചുകൊണ്ട് നമ്മുടെ ആളുകളെ ഒരുമിച്ചിട്ടുണ്ട്. പണ്ട് മരിച്ചുപോയ പാറപ്പുരയ്ക്കൽ ഗംഗാധരചേട്ടൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എന്നെ മറ്റൊരു സംഘത്തിൽ നീ ഇന്ന ജാതിക്കാരനല്ലേടാന്ന് ചോദിക്കില്ലല്ലോ. നമ്മൾ തമ്മിൽ അല്പസ്വല്പമൊക്കെ ഒരു ജാതിയുടെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയൊക്കെ പേരുള്ള വ്യത്യാസങ്ങൾ വന്നാലും നമ്മളെല്ലാം ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകളല്ലേ. അതുകൊണ്ട് പിന്നോക്കനെന്ന് മറ്റൊരു കൂട്ടായ്മ പോയിരുന്നാൽ വിളിക്കും. പക്ഷെ ഇവിടെ അത് വിളിക്കത്തില്ല. അപ്പം നമ്മുടെ ആളുകൾ തമ്മിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം. ആ നിലപാട് നമ്മൾ മുമ്പോട്ട് എടുത്തില്ല എങ്കിൽ ഞാൻ 2-3 പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾക്ക് വേണ്ടി റവന്യൂ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത കാലം മുതൽ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം അതിനകത്ത് എന്നോട് ഒരു സർക്കിള് ഇച്ചിരി ദേഷ്യത്തിൽ എന്നോട് ചോദിച്ചു, ഒരു നായർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവൻ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, വേറൊന്നുമല്ല, നിനക്കൊക്കെ പീഡന നിരോധന നിയമത്തിന്റെ ബലത്തിലല്ലേ, SC/ST പീഡന നിരോധന നിയമത്തിന്റെ ബലത്തിലല്ലേ നീയൊക്കെ അഹങ്കരിക്കുന്നത് എന്ന് എന്നോട് നേരെ മുഖാമുഖം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ കക്ഷി ഇറക്കിക്കൊണ്ട് പോന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ന്യായവും നീതിയും എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ആനുകൂല്യം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു ജാറ് കിട്ടി, അല്ലെങ്കിൽ ഒരു വീട് കിട്ടി, ഒരു മെയിൻ്റനൻസ് കിട്ടി, കുട്ടികൾക്ക് പഠനോപകരണം കിട്ടി, ഇതാണ് നമ്മൾ ST നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ എന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാം. പക്ഷേ നമ്മൾ പല വിധത്തിൽ ST ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ ഇന്ന് അനേകര് ഈ റേഷനറി കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട്. മഞ്ഞക്കാരിൽ നിന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തായി പോകും. നമുക്ക് വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ നാടുകളിൽ നമ്മളെ പ്രതിദാനം ചെയ്യാനില്ലാതെ വരും. അതുപോലെ തന്നെ SC/ST പീഡന നിരോധന നിയമം വന്നു കഴിഞ്ഞാൽ നിയമം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടാൽ നമ്മൾ പട്ടികവർഗത്തിൽ നിന്ന് പുറത്തു പോയാൽ ഇന്ന് വടക്കേ ഇന്ത്യയിൽ ദളിത് വിഭാഗങ്ങളെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുകയും അവരുടെ അമ്മമാരെയും പെങ്ങന്മാരെയും പെരുവഴിയിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ നടമാകും. അപ്പോൾ അങ്ങനെ വരുന്നതായ ഒരു പശ്ചാത്തലം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നാം തന്നെ
ഇപ്പൊ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പണിയെടുത്ത് തുടങ്ങുക എന്ന് നമ്മൾ ഇതിന്റെ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്നു. അന്നൊരു വലിയ സമൂഹമായി ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ശബ്ദമായി ഈ പട്ടികജാതി വിഭാഗങ്ങൾ ഒറ്റക്കെട്ടോടുകൂടി നിലനിൽക്കുന്ന നല്ല ഒരു സുപ്രഭാതം കണികണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മുടെ കൂടിവരവുകൾ ചേരട്ടെ. ഇന്നിങ്ങനെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്കുള്ള സന്തോഷം. ഈ ഒരു കൂട്ടത്തിന്റെ തന്നെ ഒരു മൂപ്പനായിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കൊച്ചേട്ടൻ സ്ഥാനത്ത് നിന്ന് വയ്യാതെ വന്നപ്പോഴത്തേക്കും മാറിയ ആ കാലഘട്ടത്തിൽ അന്ന് മുതൽ ഈ ഒരു കൂട്ടത്തിന്റെ ഒരു മൂപ്പനായിരിക്കാനും തുടർന്ന് ഇവിടുന്ന് വീതം വെച്ച് ഞങ്ങളെ ഒരു ചെറിയ മക്കൾക്ക് വീതം കൊടുക്കുന്നത് പോലെ ഒരു ചെറിയ വീതം തന്ന് ഞങ്ങളെ ഒരു പുതിയ ഒരു കൂട്ടം രൂപീകരിച്ച് അതിലേക്ക് വിട്ടു അവരെ വീണ്ടും ആ തറവാട്ടിലേക്ക് സ്വീകരിക്കുന്നത് പോലെ മടങ്ങി വന്ന് ഈ ഒരു കൂട്ടത്തിൽ പങ്കാളിയായി തീരുവാനുമുള്ള ഭാഗ്യം ലഭിച്ചു. അതിനകത്ത് ഞാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും മൂപ്പൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെ കൂടെപ്പോഴും എല്ലാ വാർഡുകളിലുമുള്ള പ്രശ്നങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുകയും ഒരുമിച്ച് ചില പ്രതിസന്ധികൾ അത് നടന്നാലും നടന്നില്ലെങ്കിലും ജില്ലാതല സെക്രട്ടേറിയറ്റ് തലത്തിലാണെങ്കിലും സംസ്ഥാന സർക്കാർ തലങ്ങളിലാണെങ്കിലും മന്ത്രിമാരെ കണ്ട് നേരിട്ട് ബോധിപ്പിക്കാനുള്ളതാണെങ്കിലും മുഖാമുഖം പരിപാടികളൊക്കെ ആണെങ്കിലും നമ്മുടെ ജനത്തിന്റെ ആവശ്യങ്ങൾ ചിലതൊക്കെ ഇന്ന് നടവായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നടപടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സാന്നിധ്യവും നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് വേണ്ട സമുദായ സംഘടനകളുണ്ട്. വിശേഷാൽ നമ്മുടെ ഈ മന്നാൻ വിഭാഗത്തിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി മഴുവടിയിൽ നിന്ന് തന്നെ ജനറൽ സെക്രട്ടറി മഴുവടിയിൽ നിന്ന് തന്നെയുണ്ട്. മലയാളി സമുദായത്തിന്റെ ഒരു ജനറൽ സെക്രട്ടറി നമ്മുടെ കീഴ്ത്തോട്ടിൽ നിന്ന് തന്നെയുണ്ട്. അങ്ങനെ നമ്മുടെ സമുദായ സംഘടനയെ സംസ്ഥാനമായിട്ട് പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികൾ നമുക്കൊപ്പമുണ്ട്. അതുകൊണ്ട് ഏത് ഉപദേശക സമിതി ഇന്ന് മലയാളി മഹാസഭയ്ക്കുള്ളൊരു ഗുണമെന്ന് ഞാൻ പറയാം. അവർക്ക് കോൺഗ്രസ് വന്നാൽ അവിടെ ഒരു CP കൃഷ്ണനുണ്ട്, ഇവിടെ ഇടതുപക്ഷം വന്നാൽ അവിടെ ഒരു ദിലീപുണ്ട്. പക്ഷെ അത് രണ്ടും മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഉള്ളപ്പം നമുക്ക് നമ്മുടെ ഈ സമുദായത്തിൽ ഏത് ഭരണം വന്നാലും അവിടെ ഉപദേശക സമിതിയിൽ ഒരാളെങ്കിലും അത് ഇന്നത് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ അതിനകത്ത് ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന ഒരു ഉപദേശം കൊടുക്കുവാൻ നമ്മുടെ സമൂഹത്തിന് വേണ്ടി വാക്കായിട്ട് നിൽക്കാനുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം. കൂടി വന്ന എല്ലാ കൂട്ടായ്മകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയും തുടർന്നുള്ള നല്ല ഒരു ഗൗരവപരമായ കാഴ്ചപ്പാടിലൂടെ ഇനി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കൂടിവരവ് പോലെയല്ല, ഇനിയുള്ളത് നമുക്ക് ഭീകരമായ നമ്മളെ ബാധിക്കുന്ന പ്രതിസന്ധികൾ നിറഞ്ഞ പ്രശ്നങ്ങൾ നിറഞ്ഞ ആ ഒരു ലോകത്തേക്ക് ഉള്ള ചുവടുവയ്പ്പാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ട. ആ ആലോചനകളും എല്ലാം നമുക്ക് ഒരുമിച്ച് കൂടട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വാർഷികത്തിന്റെ പേരിൽ ഈ ചൈതന്യ കുടുംബ യോഗത്തിലെ ഈ വാർഷികത്തിലെ 2ാം വാർഡിനെ പ്രതിനിധീകരിച്ചും അതുപോലെ ആദിവാസി ദളിത് ബോർഡിനെ പ്രതിനിധീകരിച്ചും നാളെ ഒരു മീറ്റിംഗ് മേഖലാ സമ്മേളനം മേലുവെച്ചാൽ വെച്ച് ആദിവാസി ദളിത് ബോർഡ് നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഡേറ്റ് തീരുമാനിച്ച് അടുത്ത വർഷം ആരംഭിക്കുമ്പോൾ ഒരു മേഖലാ സമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടുന്നുണ്ട്. ഇതിലെല്ലാം പട്ടികവർഗ വിഭാഗങ്ങളുടെ എല്ലാ കൂടിച്ചേരലുകളും സമുദായ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സാന്നിധ്യവും പ്രാതിനിധ്യവും ഒരിക്കൽ കൂടി നിങ്ങളോട് ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിർമ്മിക്കുന്നു. 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി AJ ജോസഫ് ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ അഞ്ചുകൂടി 1ാമത് വാർഷിക റിപ്പോർട്ട് 2023-24 പ്രവർത്തന വർഷ പ്രവർത്തന റിപ്പോർട്ട്. അനുസ്മരണം: ശ്രീ ലോബിസ് ഐസക് തിരുവാക്കൽ, ശ്രീ ജോസഫ് ഐസക് തേങ്ങൽ, ശ്രീ സാമൽ കുറ്റിപ്ലാക്കൽ, മിസ് റേച്ചൽ സാമൽ കൊച്ചുകുട്ടി എന്നിവരുടെ വേർപാടിൽ കുടുംബയോഗമായി അനുസ്മരണം രേഖപ്പെടുത്തുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 3ാം വാർഡ് അഞ്ചുകൂടി ഊരുകൂട്ടമായി 11/1/2020 പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും കോവിഡിൻ്റെ രംഗപ്രവേശം മൂലം ഊരുകൂട്ട പ്രവർത്തനങ്ങൾ തുടരുന്നതിന് കഴിഞ്ഞില്ല. 10/12/2022 കൂടിയ ഊരുകൂട്ടത്തിൽ വെച്ച് ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ എന്ന പേരിൽ കുടുംബയോഗം ആരംഭിക്കുന്ന തീരുമാനമെടുക്കുകയും മാസത്തിലെ എല്ലാ 2ാം ഞായറാഴ്ചകളിലും യോഗങ്ങൾ നടത്തുന്നതിന് തീരുമാനമെടുത്തു. ഊരുമുപ്പനായി ശ്രീ ജെയ്സൺ ജോൺ വെങ്ങനാരിയിൽ, സെക്രട്ടറിയായി AJ ജോസഫ്, ഖജാൻജിയായി ശ്രീമതി റോസമ്മ ജോസഫ് ചെറുകാട്ട്, ജോയിന്റ് സെക്രട്ടറിയായി ശ്രീ ഹരികൃഷ്ണൻ പാലപ്പുരിക്കൽ എന്നിവർ പ്രവർത്തിച്ചു വരുന്നു. 35ഓളം കുടുംബങ്ങൾ അഞ്ചുകൂടി ഊരുകൂട്ടത്തിൻ്റെ പരിധിയിൽ ഉണ്ടെങ്കിലും 21 കുടുംബങ്ങൾ മാത്രമേ ഇതുവരെയും കുടുംബയോഗങ്ങളിൽ സംബന്ധിക്കാറുള്ളൂ. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ശ്രീമതി കിൻസി തോമസ്, 3ാം വാർഡ് മെമ്പർ ശ്രീ മാത്യു ജോസഫ് തായങ്കിരി എന്നിവരുടെ സാന്നിധ്യങ്ങളും സഹായങ്ങളും കുടുംബയോഗത്തിന് ലഭിച്ചു വരുന്നു. ഡിസ്ട്രിക്ട് പ്രൊമോട്ടർ ശ്രീ ജോൺസൺ സാമൂലിൻ്റെ സജീവ സാന്നിധ്യവും സഹകരണവും മേൽനോട്ടവും നിർദ്ദേശങ്ങളും കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിന് ചൈതന്യ ലഘു നിക്ഷേപ പദ്ധതി എന്ന പേരിൽ
100 രൂപയുടെ ഗുണിതങ്ങളായി പ്രതിമാസ നിക്ഷേപ പദ്ധതി 2023 ആരംഭിക്കുകയും 23 പേർ സഹകരിക്കുകയും ചെയ്തു. ആയത് 4 പേർ ഈ കുടുംബയോഗങ്ങളിൽ അംഗങ്ങളല്ലാത്തവരാണ്. സമാഹരിക്കപ്പെടുന്ന തുക ഊരുമുപ്പൻ്റെയും സെക്രട്ടറിയുടെയും സംയുക്ത അക്കൗണ്ടിൽ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയും വായ്പയായി പരമാവധി 10,000 രൂപ വരെ പലിശ കാലാകാലങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന പലിശയ്ക്ക് ആവശ്യക്കാർക്ക് കുടുംബയോഗ അംഗങ്ങൾക്ക് നൽകുകയും ചെയ്തു വരുന്നു. മാസവരിയായി പ്രതിമാസം 30 രൂപ വീതം തിരിച്ചെടുക്കുകയും വിവിധയിനം ചെലവുകൾക്കായി ഉപയോഗിക്കുകയും ചെയ്തു വരുന്നു. ക്രിസ്മസ് ആഘോഷം 2023 ക്രിസ്മസിന് ശ്രീ ജോർജ് പുതുപ്പടിക്കൽ കേക്ക് വാങ്ങിത്തരികയും ചെയ്തു. ശ്രീ പി ജെ ജോർജ് പുതുപ്പടിയോടുള്ള നന്ദി അറിയിക്കുന്നു. അവാർഡ് 2023 CSI ഈശ്വര മഹായുടെ ആഭിമുഖ്യത്തിൽ നൽകപ്പെട്ട കാർഷിക ഉത്സവത്തിൽ നമ്മുടെ കുടുംബാംഗമായ ശ്രീ ജോർജ് പുതുപ്പടി മികച്ച കർഷകനുള്ള അവാർഡ് നേടുകയുണ്ടായി. ആശംസ അർപ്പിക്കുന്നു. തീരുമാനങ്ങൾ: കാർഷിക നഴ്സറി, കാർഷിക യന്ത്രങ്ങൾ സബ്സിഡിയോടുകൂടി വാങ്ങൽ, കൊക്കോ സംഭരണം, വീടുകളിൽ നെയിം ബോർഡ് സ്ഥാപിക്കൽ, ഭവന സന്ദർശനം എന്നിവ നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതി തീരുമാനങ്ങളായി നിലനിൽക്കുന്നു. ഭാവി പ്രവർത്തനങ്ങൾ ഒരു കൂട്ടത്തിലെ എല്ലാ കുടുംബങ്ങളിലെയും സഹകരണവും സാന്നിധ്യങ്ങളും കൂട്ടായ പ്രവർത്തനങ്ങളും കുടുംബയോഗത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ലഘുസമ്പാദ്യ പദ്ധതിയുടെ തുടർച്ച അടുത്ത വർഷവും ഉണ്ടാവണമെന്നാണ് കുടുംബയോഗ തീരുമാനം. അന്തർദേശീയ ദിനാചരണം 11/8/2024 തെളിയിച്ചുകൊണ്ട് ആദിവാസി അന്തർദേശീയ ദിനമായി ആചരിച്ചു. ഉപസംഹാരം: ശൈശവദശയിൽ ഇത്രത്തോളം പ്രവർത്തിക്കുന്നതിന് സഹായിച്ച ജഗദീശ്വരന് നന്ദി അർപ്പിക്കുന്നു. കൂടുതൽ ഭംഗിയായി തുടർന്ന് പ്രവർത്തിക്കുന്നതിന് പുതിയ നല്ല നേതൃത്വം ആവശ്യമാണ്. യോഗത്തെ നല്ല നിലയിൽ നേതൃത്വം നൽകി വരുന്ന ഗ്രൂപ്പിനും സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായി പ്രോഗ്രാം ഹൈലൈറ്റ് ചെയ്തു വരുന്ന ശ്രീ ജോൺസൺ ജോർജ് സാറിനോടും ഉള്ള സ്നേഹപരമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സെക്രട്ടറി. നമ്മുടെ ഒരു വർഷത്തെ റിപ്പോർട്ടാണ് വായിച്ചു കേട്ടെ. റിപ്പോർട്ട് അംഗീകരിക്കാം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൈയടിച്ച് അംഗീകരിച്ചാൽ കൊള്ളാം. നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. അടുത്തായിട്ട് 2023-24 വർഷത്തെ കണക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഖജാൻജി ജോസഫ് ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ അഞ്ചുടി വീടുകൂട്ടത്തിൻ്റെ 2023-24 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ. ലഘു നിക്ഷേപ പദ്ധതി 74,900. ലഘു നിക്ഷേപം വായ്പ കൊടുത്തൽ പലിശ ഇനത്തിൽ 4,060 രൂപ. മാസവരി ഇനം 8,490. ബാങ്ക് പലിശ 752. അങ്ങനെ ആകെ വരവ് 88,202 രൂപ. ആകെ വരവ് 88,202 രൂപ. ചെലവ്: ലഘു നിക്ഷേപ വിതരണമാണ് ഉള്ളത്. അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന തുക 75,045 രൂപ. കൂടാതെ അക്കൗണ്ട് ബുക്കുകൾ, റെസിപ്റ്റ്, കവറ്, സമർപ്പണം, അങ്ങനെ ചെലവിനത്തിൽ 3,065 രൂപ ചിലവായിട്ടുണ്ട്. 3,065 രൂപ. അങ്ങനെ ടോട്ടൽ 78,110 രൂപ ചിലവ്. നമ്മുടെ ലഘു നിക്ഷേപ വിതരണത്തോട് കൂട്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നീക്കി ബാക്കി മിച്ചം 10,092 രൂപ ഉണ്ട്. അത് മാസവരിയും ബാങ്കിലുള്ള ക്യാഷ്, പലിശ എല്ലാം കൂടെ കൂട്ടിയാണ് 10,092 രൂപ. നീക്കി ബാക്കി 14 മാസത്തെ കണക്ക് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. കണക്കിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പാസ്സാക്കും. സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന്, കാരണം സമയം കാണേണ്ട കാര്യമില്ല. എല്ലാവരും കുഴപ്പമില്ല. അതിന്റെ വിഹിതവും സഹിതം നമ്മളിപ്പോൾ വിതരണം ചെയ്തതാണ്. പേര് വിളിക്കുന്നതനുസരിച്ച് ആൾക്കാർ വന്ന് അത് കൈപ്പറ്റുക. കൊടുക്കാനായിട്ട് നമ്മുടെ ST ചെയർമാന് പി ജെ ജോർജ് പുതുപ്പടി. തുക കവറിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. വായിക്കണം. വേണ്ട.
ശ്രീ ഡൊമിനിക് ജോർജ് ജാൻസി. കൈയടിച്ചേ നമ്മളെ നമ്മൾ കിട്ടിയ പൈസ. റോസമ്മ ജോസഫ്. തോമസ്. ഹരീഷൻ വന്നു. ഹരി വന്നില്ലല്ലോ. മണിലാൽ വന്നില്ല. ആലീസ് ജോയി. ജെയ്സൺ ജെ ജോൺ. ജോസഫ് ജോർജ് 100 രൂപ അടുത്തുണ്ടായിരുന്നുള്ള സംഘവിധായകൻ എടുത്തിട്ടുണ്ട്. ജെ ജെ ജോസഫ്. ജോൺസൺ സാമുവൽ. ജോൺസൺ ജോർജ്. ജോസി ജോൺസൺ. ജോജി ജോൺസൺ. മേരിക്കുട്ടി ജോസഫ്. ലൈസൺ കാപ്പ. ടിൻസി തോമസ് വന്നില്ല. മാത്യു ജോസഫ് തായങ്കിരി. വിൻസെന്റ് വി എം. സിജോ ജോസഫ്. സുജ മടുക്കോലി. ഈ കവറിലിട്ട് ദയവായിട്ട് ഒന്ന് എഴുതി നോക്കിയേക്കണേ. അപ്പം പെണ്ണിൽ എഴുതിയിരിക്കുന്ന തുക തന്നെയാണോ ഉള്ളിലുള്ള ആകെ 75,045 രൂപയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഒരു ഷെയർ 100-ൻ്റെ ഒരു ഷെയർ 72.50 പൈസയാണ്. അത് കൗണ്ട് ചെയ്ത് 70 രൂപ. 100 രൂപയുടെ ഒരു ഷെയറിന് മിനിമം 100 ആണല്ലോ. 100 രൂപയുടെ ഷെയറിന് ലാഭവിഹിതമായിട്ട് 70 രൂപയാണ്. 72.50 പൈസയാണ്. 2.50 പൈസ സംഘത്തിലേക്ക് വരുന്നത് ചില്ലറ ഒഴിവാക്കി. അതുപോലെ 362.50 പൈസയാണ് 5 ഷെയറുള്ള ഒരാളുണ്ട്. അത് 360 ഡിലീറ്റ് ചെയ്തു. ആ 2 രൂപ സംഘത്തിലേക്ക് വരവച്ചിട്ടുണ്ട്. അങ്ങനെ 70 രൂപയും 72.50 പൈസക്ക് കിട്ടിയാണ് ഒരു ഷെയറിന്. 3,945 രൂപ പരിശീലനത്തിൽ ജീവിച്ചിട്ടുണ്ട്. 115 രൂപ അതിൽ നിന്ന് 115 രൂപ സേവനത്തിലേക്ക് വരവച്ചിട്ടുണ്ട്. 2,300 100 രൂപ വീതം ഒരു വ്യക്തിയിൽ നിന്നുമാണ് നിക്ഷേപകനിൽ നിന്ന് 100 രൂപ വീതം മുൻ തീരുമാനപ്രകാരം സംഘത്തിലേക്ക് വരവച്ചിട്ടുണ്ട്. അങ്ങനെ 2,300 രൂപ ആയിരത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 2025-ലേക്കുള്ള നിക്ഷേപ സമ്പാദ്യ പദ്ധതി ആരംഭിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ രക്ഷാധികാരി ജോൺസൺ സാമുവലിനെ വിളിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ സമയം ഒക്കെ അതിക്രമിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം നമ്മളിത് തുടങ്ങിയപ്പം വലിയ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം നമ്മളെങ്ങനെ പോകുമെന്നുള്ളത്. എന്നാൽ ഈ യൂണിറ്റ് 1-ാം വർഷത്തിൽ എത്തുമ്പോൾ ഏറെ സന്തോഷം, ഏറെ അഭിമാനം. ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് സെക്രട്ടറി, ഖജാൻജി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഊരൂപ്പൻ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ എല്ലാവരും ഐക്യമായി നിന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു പരിപാടി പങ്കെടുക്കാനും നല്ല രീതിയിൽ നടത്താനും സാധിച്ചത്. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് അഭിനന്ദിക്കുന്നു. നല്ലൊരു യൂണിറ്റായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ.
നമ്മുടെ ശൈശവ ഉദ്ദേശമൊക്കെ പോയി മാറി ഇനി നല്ല നല്ല കാര്യങ്ങളായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം കഴിഞ്ഞ വർഷം ഞാനാണ് ആദ്യം പൈസ തന്നത്. അപ്പോൾ ഈ വർഷം ഞാൻ എൻ്റെ വിഹിതമായിട്ടുള്ള തുക ഏൽപ്പിക്കുന്നത്. ആദ്യത്തെ നിക്ഷേപം സ്വീകരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിക്കാൻ പോകും. ഈ പ്രാവശ്യത്തെ നമ്മുടെ കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിജയ ജോർജ് പുതുപ്പടിക്കാവറാണ്. അത് നന്ദി അറിയിക്കുന്നു. അതുതന്നെ കേക്ക് മുറിക്കണം. കേക്ക് മുറിക്കാൻ പോകണം. ഈ വർഷത്തെ കേക്ക് സ്പോൺസർ ചെയ്ത വിജയ ജോർജ് പുതുപ്പടിക്കാവറാണ്. ജോർജ് ചേട്ടൻ തന്നെ വന്ന് ഞങ്ങൾക്ക് കേക്ക് മുറിച്ച് തരണം. ചെയർമാനും കൂടെ പറഞ്ഞ നമ്മുടെ എസ് ടി ചെയർമാൻ പറഞ്ഞേക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെ കുഞ്ഞുങ്ങളില്ല ഉള്ള സൗകര്യത്തിലോ കൈകളിലേക്ക്
കറക്റ്റായിട്ട് കൊടുത്താണോ ഏജാ ജോസഫിന് മാത്രം കിട്ടിയ ഇതാ പറഞ്ഞ കുരുക്കളൊന്ന് എന്നേക്ക് ഇങ്ങോട്ട് വെച്ചു. അല്ല അവരും അമ്മ അങ്ങോട്ട് കൊണ്ട് മാറ്റി. ആരാ എന്തോ മെമ്പർ പാടിയതാ സ്വന്തമായിട്ട് കൊണ്ടാനാണോ? സമ്മാനം സ്വന്തം വീട്ടിലേക്ക് ഹരികൃഷ്ണൻ ചേട്ടൻ മതിയായിരുന്നു. ഹാപ്പി നീ ഞാൻ കൊടുക്കാം, ഞാൻ മേരി ചേച്ചിക്കല്ലേ? ഓക്കെ ഓക്കെ കൈ അടിക്ക. ഇനിയോ ഇനി എനിക്ക് കേട്ടാവുള്ള എനിക്ക് വന്നില്ല. എനിക്ക് പിന്നെ കേട്ടാവുള്ള അറിയാം. ഓക്കെ വളരെ സന്തോഷമായിട്ടല്ല. ഓക്കെ നമ്മുടെ ചൈതന്യ അസോസിയേഷന്റെ ആണെങ്കിൽ ആദ്യത്തെ ഒരു വാർഷിക പൊതുവായിട്ടാണ് നമുക്ക് നടത്താൻ സാധിച്ചത്. എന്തായാലും വളരെ നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചു. അനേകം ആളുകൾ കടന്നു വരുവാനും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് സാധിച്ചു. എന്നിരുന്നാലും ഇന്നത്തെ ഈ പരിപാടിയിൽ ഇത്ര വിജയമാക്കി തീർക്കുവാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അനേകം ആളുകളുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം തിരക്കുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അതിന്റെ മധ്യത്തിൽ കടന്നു വരുവാനും ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുവാനും ആ നല്ല രീതിയിലേക്ക് നല്ലൊരു മേഖലയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ നന്ദി അറിയിക്കുക എന്ന കടമയാണ് അതിന് നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ച ബഹുമാനമുള്ള നമ്മുടെ ഗുരുമുപ്പനായ ജെയ്സൺ ജെ ജോൺ ചേട്ടായുള്ള എല്ലാ
നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ കടന്നു വന്ന ഉദ്ഘാടനം ചെയ്തു പോയ ബഹുമാനമുള്ള ബഹുമാനമുള്ള മാത്യു ജോസഫ് വാർഡ് മെമ്പർ, അദ്ദേഹത്തിനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഇവിടെ കടന്നു വന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ST ചെയർമാൻ ഇടുക്കി കഞ്ഞിയൂർ ഗ്രാമപഞ്ചായത്തിലെ ബഹുമാനമുള്ള സുമാനും PK സാർ, അദ്ദേഹത്തിനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അത് വളരെ മനോഹരമാക്കി കാര്യങ്ങൾ ബോധിപ്പിച്ച ബഹുമാനമുള്ള ജോസഫ് AJ സാറിനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ കൃത്യമായ കണക്കുവിവരങ്ങൾ വായിച്ച് എല്ലാവർക്കും കൃത്യമായ ലഘു സമ്പാദ്യ പദ്ധതി വിതരണം എല്ലാം കൃത്യമായി നടത്തിയ ഖജാൻജി റോസമ്മ ജോസഫ് മമ്മിയുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ കടന്നു വന്നിട്ടുള്ള ബഹുമാനമുള്ള ജോസി ഷൗമരിയാണ് നമ്മുടെ പ്രൊമോട്ടറാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒന്ന് അറിയിക്കുവാനും എല്ലാ പ്രോഗ്രാംസിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുവാനും നമ്മുടെ നോട്ടീസും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിലവിൽ തയ്യാറാക്കി നമുക്ക് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത ഇടയാണ്. ചേർന്ന നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ കടന്നു വന്ന ബാക്കിയുള്ള പ്രൊമോട്ടേഴ്സ് ആദിത്യ പറഞ്ഞ ചേച്ചിയുള്ള നന്ദി സ്നേഹം അക്ഷയ അദ്ദേഹത്തിനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി ഇന്നലെ മുതൽ നമുക്ക് ഒരുപാട് നമ്മുടെ അറിയാം ചേട്ടായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ നമ്മൾ ജെയ്സൺ ചേട്ടായി സാറ് തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കടന്നു വന്ന് നല്ല രീതിയിൽ ആക്കുവാൻ ശ്രമിച്ച എല്ലാവരുടെ നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഹാള് നമുക്ക് നൽകിയത് ബഹുമാനുള്ള ജോബൻ ചേട്ടനാണ്. അപ്പം തോപ്പൻ ചേട്ടനാണ് ക്ഷമിക്കണം. അപ്പം ആ ചേട്ടനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഇതുവരെ കൃത്യമായിട്ട് കാത്തിരുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അതിന്റെ ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിക്കാൻ സഹകരിച്ച കടന്നു വന്ന എല്ലാ മെമ്പേഴ്സിനുള്ള നന്ദി സ്നേഹം ഈ സമയം അറിയിക്കുന്നു. ഒപ്പം തന്നെ തുടർന്ന് വരുന്ന മീറ്റിങ്ങുകൾ എല്ലാവരും കൃത്യമായിട്ട് വരുവാനും കാര്യങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നമ്മുടെ ചൈതന്യ സെൻസിന് അസോസിയേഷൻ്റെ ആണെങ്കിൽ ആദ്യത്തെ ഒരു വാർഷിക ഇതാണ് നമുക്ക് നടത്താൻ സാധിച്ചത്. എന്തായാലും വളരെ നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചു. അനേകം ആളുകൾ കടന്നു വരുവാനും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് സാധിച്ചു. എന്നിരുന്നാലും ഇന്നത്തെ ഈ പരിപാടിയിൽ ഇത്ര വിജയമാക്കി തീർക്കുവാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അനേകം ആളുകളുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം തിരക്കുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അതിന്റെ മധ്യത്തിൽ കടന്നു വരുവാനും ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുവാനും ആ നല്ല രീതിയിലേക്ക് നല്ലൊരു മേഖലയിലേക്ക് എത്തിക്കുവാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ നന്ദി അറിയിക്കുക എന്ന കടമയാണ് അതിന് നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ച ബഹുമാനമുള്ള നമ്മുടെ ഗുരുവൂപ്പനായ ജെയ്സൺ ജോൺ ചേട്ടായുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ കടന്നു വന്ന ഉദ്ഘാടനം ചെയ്തു പോയ ബഹുമാനമുള്ള ബഹുമാനമുള്ള മാത്യു ജോസഫ് വാർഡ് മെമ്പർ, അദ്ദേഹത്തിനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഇവിടെ കടന്നു വന്ന മുഖ്യപ്രഭാഷണം നടത്തിയ ST ചെയർമാൻ ഇടുക്കി കഞ്ഞിയൂർ ഗ്രാമപഞ്ചായത്തിലെ ബഹുമാനമുള്ള സുമാനും PK സാർ, അദ്ദേഹത്തിനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അത് വളരെ മനോഹരമാക്കി കാര്യങ്ങൾ ബോധിപ്പിച്ച ബഹുമാനമുള്ള ജോസഫ് AJ സാറിനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ കൃത്യമായ കണക്കുവിവരങ്ങൾ വായിച്ച് എല്ലാവർക്കും കൃത്യമായ ലഘു സമ്പാദ്യ പദ്ധതി വിതരണം എല്ലാം കൃത്യമായി നടത്തിയ ഖജാൻജി റോസമ്മ ജോസഫ് മമ്മിയുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ കടന്നു വന്നിട്ടുള്ള ബഹുമാനമുള്ള ജോസി ഷൗമരിയാണ് നമ്മുടെ പ്രൊമോട്ടറാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒന്ന് അറിയിക്കുവാനും എല്ലാ പ്രോഗ്രാംസിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുവാനും നമ്മുടെ നോട്ടീസും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിലവിൽ തയ്യാറാക്കി നമുക്ക് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത ഇടയാണ്. ചേർന്ന നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ കടന്നു വന്ന ബാക്കിയുള്ള പ്രൊമോട്ടേഴ്സ് ആദിത്യ പറഞ്ഞ ചേച്ചിയുള്ള നന്ദി സ്നേഹം അക്ഷയ അദ്ദേഹത്തിനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി ഇന്നലെ മുതൽ നമുക്ക് ഒരുപാട് നമ്മുടെ അറിയാം ചേട്ടായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ നമ്മൾ ജെയ്സൺ ചേട്ടായി സാറ് തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കടന്നു വന്ന് നല്ല രീതിയിൽ ആക്കുവാൻ ശ്രമിച്ച എല്ലാവരുടെ നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഈ ഹാള് നമുക്ക് നൽകിയത് ബഹുമാനുള്ള ജോബൻ ചേട്ടനാണ്. അപ്പം തോപ്പൻ ചേട്ടനാണ് ക്ഷമിക്കണം. അപ്പം ആ ചേട്ടനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഇതുവരെ കൃത്യമായിട്ട് കാത്തിരുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അതിന്റെ ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിക്കാൻ സഹകരിച്ച കടന്നു വന്ന എല്ലാ മെമ്പേഴ്സിനുള്ള നന്ദി സ്നേഹം ഈ സമയം അറിയിക്കുന്നു. ഒപ്പം തന്നെ തുടർന്ന് വരുന്ന മീറ്റിങ്ങുകൾ എല്ലാവരും കൃത്യമായിട്ട് വരുവാനും കാര്യങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നമ്മളെ സഹകരിച്ച് നമ്മുടെ ബഹുമാനമുള്ള നമ്മുടെ പുതുപ്പടിക്കല് നമ്മുടെ
അച്ചുവേട്ടനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും 2025 നമ്മൾ കിടക്കുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് വളരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ നന്ദി സ്നേഹം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഒപ്പം തന്നെ പുതുവത്സര ആശംസകളും അതിനോടൊപ്പം തന്നെ ക്രിസ്മസ് ആശംസകളും നേരുന്നു. നന്ദി. നമ്മളെ തന്നെ സഹകരിച്ച് നമ്മുടെ ബഹുമാനമുള്ള നമ്മളെ പുതുപ്പടിക്കല് നമ്മളെ അച്ചുവേട്ടനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും 2025 നമ്മൾ കിടക്കുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് വളരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ നന്ദി സ്നേഹം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഒപ്പം തന്നെ പുതുവത്സര ആശംസകളും അതിനോടൊപ്പം തന്നെ ക്രിസ്മസ് ആശംസകളും നേരുന്നു. നന്ദി.